DJ Moral Stories. മാന്ത്രിക പണകൃഷി. രാംപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമത്തിൽ 15 വയസ്സിൽ ചീരു എന്ന് പേരുള്ള ഒരു പാവപ്പെട്ട അനാഥ കുട്ടി ഉണ്ടായിരുന്നു. അവന് ആരും തന്നെ ഇല്ല. അവന്റെ ക്രൂരയായ മാമി ബർഗ, മാമൻ തേജേന്ദർ, പിന്നെ അവരുടെ മകൻ ദോഷു മാത്രമാണ്. ചീരു ഗ്രാമങ്ങളിലെ ഓരോ സ്ഥലമായി ചെന്ന് ചവറുകൾ ശേഖരിക്കും. അതുകൊണ്ട് ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കും. അവരെ സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യും. ചീരു ചേട്ടാ, ഞങ്ങളെ സ്കൂളിലേക്ക് അയച്ചതിന് ഒരുപാട് നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തിനെ പോലെയാണ്. ആ കുട്ടികളൊക്കെ അനാഥരാണ്. അവർക്ക് ആരും തന്നെ ഇല്ല. ആ ഗ്രാമത്തിൽ പ്രത്യേകിച്ച് അനാഥ ആശ്രമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചീരു അവരുടെ സന്തോഷത്തിനു വേണ്ടിയും അവരുടെ ഭാവിക്ക് വേണ്ടിയും തന്റെ സന്തോഷങ്ങളെല്ലാം ത്യജിച്ച് അവർക്ക് വേണ്ടി ചവറു പിറക്കി വരുന്ന വരുമാനം കൊണ്ട് അവരുടെ ഭാവിയെ നന്നാക്കാൻ നോക്കി. എന്താ മോനേത്, നന്ദിയൊന്നും പറയണ്ട. നിങ്ങളൊക്കെ എന്റെ സഹോദരന്മാരെ പോലെയാണ്. ആ കാണുന്ന പൈപ്പിൽ പോയി കൈയൊക്കെ കഴുകിട്ട് വാ. ഞാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആലു ജിലേബി വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. ജിലേബി. ഒരുപാട് നന്ദി ചേട്ടാ, ഇതാ ഞങ്ങൾ വരുന്നു. കുട്ടികളൊക്കെ അവരുടെ കൈയും കാലും കഴുകിയിട്ട് വന്ന് ഒന്നിച്ചു വന്ന് ഇരുന്നു. ചീരു വാങ്ങിക്കൊണ്ടുവന്ന ആലു ജിലേബി അവർ കഴിച്ചു. നല്ല രുചിയുണ്ടല്ലേ. ഗ്രാമത്തിലുള്ള ഫേമസ് ആയ സ്വീറ്റ് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അവരുടെ സ്വീറ്റ്സ് ശരിക്കും വളരെ മധുരമുള്ളതാണ്. നിങ്ങൾ ഒരുപാട് നല്ല മനുഷ്യനാണ്. ചീരു ചേട്ടാ, നിങ്ങളും കഴിക്കുവോ? ഇല്ല മോനെ, വേണ്ട വേണ്ട, നിങ്ങൾ തന്നെ എല്ലാം കഴിച്ചോളൂ. ചീരു വീണ്ടും ചവറു പെറുക്കാനായി ചെന്നു. അപ്പോഴാണ് അവനും വിശക്കാൻ തുടങ്ങിയത്. അവൻ ആ ചവറുകൾക്കിടയിൽ റൊട്ടി അവർ വേണ്ടാന്ന് കളഞ്ഞിരുന്നത് അവൻ കണ്ടു. ആ റൊട്ടി കണ്ടതും അവൻ വളരെ സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ ആ റൊട്ടി കയ്യിലെടുത്തു നോക്കിയപ്പോൾ അവൻ ആകെ വിഷമമായി. എന്താ ഇത്? ഈ റൊട്ടിയാകെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇത്? എനിക്കാണെങ്കിൽ വല്ലാതെ വിശന്നിട്ട് വയ്യ. ഇപ്പൊ എന്താ ചെയ്യാ? വയറ്റിൽ കൂടെ എന്തൊക്കെയോ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നല്ലോ. എന്താ ഇപ്പൊ കഴിക്കാ? അങ്ങനെയാണെങ്കി അപ്പൊ ഇന്നും പട്ടിണിയാണല്ലോ. ഈശ്വരാ, സാരമില്ല, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാ? ചീരു തന്റെ മനസ്സിനെ സമാധാനപ്പെടുത്തി. അതായത് ഇന്നും തനിക്ക് കഴിക്കാൻ ഭാഗ്യമില്ലെന്ന്. അതുകൊണ്ട് അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി. അപ്പോഴാണ് അവന്റെ കാലുകൾ അവിടെ ചവറിലുണ്ടായിരുന്ന ഒരു കണ്ണാടി ബോട്ടിലിൽ ഇടിച്ചത്. അതിനകത്തു നിന്ന് ഒരു പെൺ നിലവിളിക്കുന്ന ശബ്ദം അവന് കേട്ടു. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ ഈ ബോട്ടിൽ നിന്നും വെളിയിലേക്ക് കളയൂ. എന്നെ ഈ ബോട്ടിൽ നിന്നും വിട്ടയക്കൂ. ഞാൻ ഒരു മന്ത്രവാദിനിയാണ്. ചീരു അത് കണ്ടിട്ട് ആകെ അതിശയിച്ചു പോയി നിന്നു. എന്തത്? മന്ത്രവാദിയോ? ഒന്ന് നിക്കുന്നേ, നിക്ക്, ഞാൻ തന്നെ അത് പുറത്തെടുത്തോളാം. ചീരു ആ ബോട്ടിൽ പതുക്കെ തുറന്നു. എന്നിട്ട് ആ മന്ത്രവാദി പെണ്ണിനെ ബോട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് രക്ഷിച്ചു. ബോട്ടിലിൽ നിന്നും പുറത്തേക്ക് വന്നതും ആ മന്ത്രവാദി പെണ്ണ് തന്റെ സ്വയരൂപത്തിൽ എത്തി. നിനക്ക് ഒരുപാട് ഒരുപാട് നന്ദി മോനെ. നീ തക്കതായ സമയത്ത് വന്ന ഈ ബോട്ടിൽ നിന്നും എന്നെ വെളിയിൽ എടുത്തില്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. പിന്നെ ഈ ബോട്ടിലെ കണ്ണാടി ഉടഞ്ഞു പോയിരുന്നെങ്കിൽ പിന്നെ എന്റെ ജീവിതമേ ഉണ്ടാവില്ലായിരുന്നു. എന്താ മന്ത്രവാദിനിയെ, നിങ്ങളെങ്ങനെ ഈ കുപ്പിക്കകത്ത് കേറിയിരുന്നത്? അതെന്താണെന്ന് വെച്ചാൽ ഒരു വൃത്തികെട്ട മന്ത്രവാദി എന്നെ തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പിന്നെ അവളുടെ കയ്യിലെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഈ ബോട്ടില് അടച്ചു വെച്ചതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബോട്ടിലിനുള്ളിൽ വന്നത്. മാത്രമല്ല, ഈ ബോട്ടിലിനുള്ളിൽ എനിക്ക് എന്റെ ശക്തി പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോ നീ എന്റെ ജീവൻ തിരിച്ചു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിനക്ക് എന്തെങ്കിലും തീർച്ചയായും ചെയ്യണം. പറയൂ മോനെ. ആ മന്ത്രവാദി പെൺ ഷീരുവിന്റെ കയ്യിൽ ഒരു കിഴി നൽകി. ഈ കിഴിയിൽ എന്താ സ്വർണ്ണ നാണയമാണോ മന്ത്രവാദിനിയെ? പറയൂ. ഇല്ല ചീരു, ഈ കിഴിയിൽ ഒരു മായാജാല വിത്തുണ്ട്. ഇത് നീ ഏത് മണ്ണിലാണോ വിതയ്ക്കാൻ പോകുന്നത് അതിൽ ഒരു മായാജാല പണത്തോട്ടം ഉണ്ടാവുന്നതാണ്. ആ തോട്ടത്തിൽ നിന്ന് എത്ര തന്നെ പണത്തെ പറിക്കുകയാണെങ്കിലും അവിടെ പുതിയതായി പണം വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ വരുന്ന എണ്ണമില്ലാത്ത പണത്തെ വെച്ച് നീ പാവപ്പെട്ടവർക്കും സഹായം ചെയ്യാം. മാത്രമല്ല, നിന്റെ സ്വപ്നങ്ങളും തേടി പോകാം. അത് കൊള്ളാലോ മന്ത്രവാദിനിയെ. ഇത് തീർച്ചയായും വളരെ വലിയ കാര്യമാ. ഞാൻ നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ആ മന്ത്രവാദി പെണ്ണ് അവിടെ നിന്നും മാഞ്ഞുപോയി. പിന്നെ ഷീരു ആ മാന്ത്രിക വിത്ത് നിലത്ത് കുഴിച്ചിട്ടു.
അവൻ ആ വിത്തുകൾ വിതച്ചതും തന്നെ അവിടെ പണം മുളയ്ക്കുന്ന ചെടി റെഡിയായി. അവന്റെ പാടത്ത് എല്ലാ സ്ഥലത്തും പണം വളർന്നു നിന്നു. ഈ വിചിത്രമായ കാഴ്ച കണ്ടിട്ട് ചീരു ആകെ അതിശയിച്ചുപോയി. അതെ, ഇത് ശരിക്കും വളരെ അത്ഭുതമായ കാര്യമാണ്. ഇനി ഞാൻ കുപ്പ പെറുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഈ പണം കൊണ്ട് ഞാനും നന്നായി ജീവിക്കാം, എനിക്ക് ചുറ്റുമുള്ളവർക്കും നന്നായി ജീവിക്കാം. നന്ദി മന്ത്രവാദിനി. ഇനി എനിക്കും പഠിക്കാമല്ലോ. ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് വിദ്യാലയം, ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ, പ്രധാനമായി ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. എന്താ, ശരിയല്ലേ? ചീരുവിനിപ്പോൾ ഒരുപാട് സന്തോഷമായി. അവൻ ആ മാന്ത്രിക പണകൃഷി ഉപയോഗിച്ച് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചു. പിന്നെ അവനും ഒരു നല്ല വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. പിന്നെ സ്കൂളിലേക്കും പോകാൻ തുടങ്ങി. പക്ഷേ ചീരുവിന്റെ മാമനും മാമിയും, അതായത് ബർഗയും തേജേന്ദറും ചീരുവിന്റെ ജീവിതത്തിൽ വന്ന ഈ ഭംഗിയുള്ള മാറ്റം കണ്ടതും തന്നെ അവർ, അതെ തോഷിയിടച്ചാ, നിങ്ങൾ എന്താ ഇതിനെപ്പറ്റി വിചാരിക്കുന്നത്? അങ്ങനെ എന്ത് അത്ഭുതമായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഇന്നലെ വരെ കുപ്പ പെറുക്കിക്കൊണ്ട് നടന്ന ആ ചീരു ഇന്നു മുതൽ സ്കൂളിലേക്ക് പോകാൻ ആരംഭിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മളെക്കാളും സുഖസൗകര്യത്തിൽ താമസിക്കുകയും ചെയ്യുന്നു. ഇതേ ചോദ്യം തന്നെയാണ് എന്റെ മനസ്സിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരം അവളുടെ വീട്ടിൽ പോയാൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. തേജേന്ദറും ബർഗയും ചീരുവിന്റെ പുതിയ വീട്ടിലേക്ക് ചെന്നു. അതിനുശേഷം അവർ അവന്റെ വീടിന്റെ പുറകിലുള്ള ആ പണം വളരുന്ന കൃഷിത്തോട്ടം അവർ കണ്ടു. അത് കണ്ടതും അവർ രണ്ടുപേരും ആകെ നിലച്ചുപോയി നിന്നു. എന്താ ഇത്? ഇവിടെ പണം കായ്ക്കുന്ന തോട്ടമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് പണം കായ്ക്കുന്ന മാന്ത്രിക തോട്ടമാണെന്ന് തോന്നുന്നു. അത് ശരി, അവരുടെ വളർച്ചയ്ക്കുള്ള കാരണം ഇതാണപ്പോ അല്ലേ? തോഷിയിടച്ചാ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഈ ചീരുവിന്റെ സന്തോഷം ഇല്ലാതാക്കണം. നമ്മൾ വിചാരിച്ചത് നടക്കണമെങ്കിൽ ഈ മാന്ത്രിക തോട്ടം തന്നെ കത്തിച്ച് ചാമ്പലാക്കിയാലേ അതിന് സാധിക്കൂ. അതിനു മുമ്പായി നമ്മൾ ഇവിടെ കായ്ച്ചിരിക്കുന്ന പണം മുഴുവനായും എടുത്ത് നമ്മളുടെ കൈവശം വെക്കണം. അതിനുശേഷം ഈ തോട്ടത്തിന് തീ കൊളുത്തി ഈ സ്ഥലത്തെ തന്നെ നമ്മൾ ചാരമാക്കിയിരിക്കണം. നീ പറഞ്ഞത് ശരിയാണ്. നീ ഇപ്പൊ പറഞ്ഞ ഉപായം വളരെ നല്ലതാണ്. തേജേന്ദറും ദർഗയും ആ ഇരുട്ടത്ത് ആരും കാണാതെ പതുക്കെ ആ മാന്ത്രിക പണകൃഷി തോട്ടത്തിൽ നിന്നും എല്ലാ പണവും പറിച്ചെടുത്തു. പിന്നെ അതൊക്കെ കെട്ടി അവർ തനിക്ക് സ്വന്തമാക്കി. പിന്നെ ബർഗ ആ സ്ഥലത്ത് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചു. പിന്നെ തേജേന്ദർ ആ കൃഷിത്തോട്ടത്ത് തീ കത്തിച്ചു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പ്രവൃത്തി ചെയ്തിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അടുത്ത ദിവസം രാവിലെ കണ്ണു തുറന്നതും തന്നെ ചീരു വീട്ടിന് പുറകിൽ ചെന്ന് നോക്കിയപ്പോൾ മാന്ത്രിക പണകൃഷി ചെടിയൊക്കെ നശിച്ചു പോയിരിക്കുന്നത് കണ്ടതും ചീരു ആകെ വിഷമിച്ച് അങ്ങനെ സ്തംഭിച്ചു പോയി നിന്നു. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കരുത്. എന്റെ മാന്ത്രിക പണത്തോട്ടം അയ്യോ, ഇങ്ങനെ നശിച്ചു പോയല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചീരു ആകെ വിഷമത്തിലായി. പക്ഷെ മറുവശത്ത് തേജേന്ദറും ബർഗയും ആ പണം ഉപയോഗിച്ച് ഒരു പുതിയ വീട് വാങ്ങി. പിന്നെ അവരൊരു പുതിയ ബിസിനസ്സും തുടങ്ങി. ചീരു വളരെ വിഷമത്തോടെ ആ മന്ത്രവാദിനി പെണ്ണിനെ വിളിക്കാനായി 3 ദിവസം തപസ് ചെയ്യാമെന്ന് അവൻ തീരുമാനിച്ചു. ശരി, ആ മന്ത്രവാദിനിയെ കാണണമെങ്കിൽ 3 ദിവസം തപസ്സിരിക്കണമെങ്കിൽ അതും ഞാൻ ചെയ്തേക്കാം. കാരണം ഇത് എന്റേതല്ല, ഇവിടെയുള്ള ജനങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസമാണിത്. ചീരു 3 ദിവസം വരെ കഠിനമായി തപസ് ചെയ്തു. കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ. പിന്നെ ശരിക്കും 3 ദിവസത്തിനു ശേഷം ആ മന്ത്രവാദിനി അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ തപസ് അവസാനിപ്പിക്കൂ ചീരു മോനെ. എന്താന്ന് വെച്ചാൽ ഞാൻ വന്നല്ലോ. അത് എന്താന്ന് വെച്ചാൽ മന്ത്രവാദിനിയെ, അത് ആ മായ പണത്തോട്ടം അതിപ്പോ കത്തി നശിച്ചു പോയി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? മന്ത്രവാദിനിയെ ഒന്ന് പറഞ്ഞു തരാമോ? ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ചീരുമോനെ, എനിക്കെല്ലാം അറിയാം. പിന്നെ എനിക്ക് ഇതും അറിയാം, ആരാണ് നിന്റെ ആ തോട്ടത്തിന്റെ കത്തിച്ചു കളഞ്ഞതെന്ന്. പക്ഷെ ഞാൻ ആ ആൾ ആരാണെന്ന് നിന്നോട് പറയുന്നത് ആവശ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ ഏത് മനുഷ്യനാണ് പാപം ചെയ്യുന്നത്, അവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലത്തെ അവൻ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുന്നതാണ്. ഞാൻ എന്റെ മന്ത്രം ഉപയോഗിച്ച് ആ മായാജാല പണത്തോട്ടത്തെ നിനക്ക് വേണ്ടി ശരിയാക്കി തരാം. സമാധാനമായിട്ടിരിക്കൂ. മാത്രമല്ല, ഇനി മുതൽ ആ മായാജാല പണത്തോട്ടത്തെ നിന്റെ കണ്ണുകൾ കൊണ്ട് മാത്രമേ കാണാൻ കഴിയൂ. മറ്റുള്ളവരെ ആരെക്കൊണ്ടും അത് കാണാനേ കഴിയില്ല.
ഇനി മുതൽ ഈ മായാജല പണത്തോട്ടം ഒരു രഹസ്യമായി തന്നെ അവശേഷിക്കും. അതിനെ പറ്റിയുള്ള രഹസ്യം നിനക്ക് മാത്രമാണ് അറിയുക. വളരെ നന്ദി മന്ത്രവാദിനിയെ. താങ്കൾക്ക് കോടാനുകോടി നമസ്കാരം. ആ മന്ത്രവാദിനി വീണ്ടും തന്റെ തപസ്സുകൊണ്ട് ആ മാന്ത്രിക പണത്തോട്ടം രൂപീകരിച്ചു. ഇപ്പോൾ ആ പണകൃഷിത്തോട്ടം ചീരുവിന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. വേറെ ആർക്കും തന്നെ അത് കാണാൻ സാധിക്കില്ല. ചീരു തന്റെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിച്ചു. പിന്നെ അവൻ ഒരു വലിയ മനുഷ്യനായി. പിന്നെ അവൻ അവന്റെ ഗ്രാമത്തിന് മാത്രമല്ല ലോകം മുഴുവനുള്ള പാവപ്പെട്ടവർ എല്ലാരെയും സഹായിക്കാൻ തുടങ്ങി. പിന്നെ എപ്പോഴും ആ മാന്ത്രിക പണകൃഷിക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ തേജേന്ദറും ബർഗയും വയസ്സായതിനു ശേഷം അവരുടെ മകൻ തോഷു പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അവർ രണ്ടുപേരെയും വീട്ടിൽ നിന്നും പുറത്താക്കി. പിന്നെ അവർ രണ്ടുപേരും അനാഥരായി റോട്ടിൽ നിന്നും ചവറുകൾ പിറക്കാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനൊരവസ്ഥ വരുമെന്ന്. ഇങ്ങനൊരവസ്ഥ നമ്മുടെ മകൻ തോഷുവേ നമുക്ക് ചെയ്തല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമായിരിക്കുമെന്നാണ്. നമ്മൾ ഒരിക്കലും ചീരുവിനെ പറ്റി നന്മ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടവൻ ഇന്നവൻ എത്താത്ത ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നു. എന്നാൽ നമ്മളോ മുമ്പുള്ളതിനേക്കാൾ താഴ്ത്തപ്പെട്ടു കഴിഞ്ഞു. തേജേന്ദറും ബർഗയും രണ്ടുപേരും അവർ ചെയ്ത തെറ്റ് വിചാരിച്ച് ഒരുപാട് വിഷമിച്ചു. പക്ഷേ മറുവശത്ത് ചീരുവിനെ ജീവിതത്തിൽ എല്ലാം തന്നെ കിട്ടി. അത് അവൻ അർഹിക്കുന്നതുമാണ്.